ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുകയാണ് കേന്ദ്ര സർക്കാർ. 90% നയതന്ത്ര ബന്ധവും ഇന്ത്യ വിച്ഛേദിച്ചിരിക്കുന്നു. ദേശീയ സുരക്ഷ സംബന്ധിച്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അതായത് CCS. ഇന്നലെ CCS പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന ഉടമ്പടി മരവിപ്പിച്ചതാണ്. ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാനാണോ ഇന്ത്യയുടെ നീക്കം? എന്താണ് യഥാർത്ഥത്തിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നറിയപ്പെടുന്ന ഈ കരാർ? ഈ കരാറിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ്? കരാർ എടുത്തുകളയാൻ ഇന്ത്യ തീരുമാനിക്കുന്നതോടെ ഇത് പാകിസ്ഥാനെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുക? നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഒപ്പം ഇന്ത്യയുടെ വിഭജനവും നടക്കുന്നു. ഒരു രാജ്യത്തെ രണ്ടായി പകുക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പല സന്നിഗ്ധ ഘട്ടങ്ങളെയും ഓരോന്നോരോന്നായി ഇന്ത്യയും പാകിസ്ഥാനും തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒഴുകുന്ന ഒരേ നദിയിലെ ജലം എങ്ങനെ വീതം വെക്കണം? ഇതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന്. അങ്ങനെ ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന ഏറ്റവും പ്രധാന നദിയാണ് സിന്ധു നദി. ടിബറ്റൻ ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് കശ്മീരിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് ചേരുന്ന നദി. മനുഷ്യന്റെ നാഗരിക ചരിത്രം ആരംഭിക്കുന്ന കാലത്തോളം പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാരം രൂപപ്പെട്ട അത്രത്തോളം പ്രാധാന്യമുള്ള സിന്ധു നദി കൂടിയാണ് ഇന്ത്യയോടൊപ്പം പാകിസ്ഥാന് വേണ്ടി വിഭജിക്കപ്പെട്ടത്. പക്ഷേ സിന്ധു നദിയുടെ നിരവധി പോഷക നദികളും എല്ലാം കൂടിച്ചേർന്ന് പാകിസ്ഥാനിൽ എത്തുമ്പോഴേക്കും വലിയൊരു ജലസ്രോതസ്സായി സിന്ധു നദി മാറുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തന്നെ പ്രധാന ജലസ്രോതസ്സായ സിന്ധു നദിയെ എന്തടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങൾക്കുമായി വിഭജിക്കുക എന്ന ചർച്ചകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങളും തർക്കങ്ങളും വഴി തീരുമാനമാകാതെ കിടന്ന സിന്ധു നദീജല തർക്കത്തിന് ഒടുവിൽ തീരുമാനമാകുന്നത് 1960-ലാണ്. ലോകബാങ്ക് ഇടപെട്ടു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960 ഇൻഡസ് വാട്ടർ ട്രീറ്റി നിലവിൽ വന്നു. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മാർഷൽ അയ്യൂബ് ഖാനും സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മനുഷ്യത്വപരവും സമാധാനപരവുമായ ഒരു ജലകരാറായിരുന്നു അത്. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കാണിച്ച വലിയൊരു മാതൃക. അത് മനസ്സിലാക്കണമെങ്കിൽ കരാറിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കണം. സിന്ധു നദിയും പോഷക നദികളും അടക്കം 6 നദികളിലെ ജലോപയോഗത്തെക്കുറിച്ചാണ് ഈ ഉടമ്പടിയിൽ ധാരണയായിരുന്നത്. ഇതിൽ കിഴക്കൻ നദികൾ എന്നറിയപ്പെടുന്ന ബിയാസ്, റാവി, സത്ലജ് എന്നീ 3 നദികൾ, ഈ 3 നദികളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് തന്നെ നൽകി. ഈ 3 നദികളുടെയും ശരാശരി വാർഷിക ഒഴുക്കെന്ന് പറയുന്നത് 41 ബില്യൺ ഘനമീറ്ററാണ്. അതേസമയം ഇന്ത്യയിലെ തന്നെ പടിഞ്ഞാറൻ നദികൾ എന്നറിയപ്പെടുന്ന സിന്ധു, ചെനാബ്, ജലം ഇവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയത്. പാകിസ്ഥാന് നൽകിയ ഈ 3 നദികളുടെ ശരാശരി വാർഷിക ഒഴുക്ക് 99 ബില്യൺ ഘനമീറ്ററാണ്. ആകെ നോക്കിയാൽ ആകെയുള്ള സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിന്റെ ഏകദേശം 20% ഇന്ത്യക്ക് ലഭിക്കും. ബാക്കി 80%ത്തിൻ്റെയും പ്രയോജനം ലഭിക്കുന്നത് ഈ കരാർ പ്രകാരം പാകിസ്ഥാനാണ്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കരാർ പ്രകാരം മിനിമം ലെവൽ ഒരു ജലസംരക്ഷണത്തിനും വെള്ളപ്പൊക്കം തടയുന്നതിനുമെല്ലാമായി പടിഞ്ഞാറൻ നദികളുടെ ഒഴുക്കിൽ വലിയ മാറ്റങ്ങൾ വരാത്ത രീതിയിൽ ഡാം കെട്ടാനും ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനുമെല്ലാം ഇന്ത്യക്ക് നിയന്ത്രണങ്ങളോടെയുള്ള അനുവാദങ്ങളുണ്ട്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രതിനിധി ഉൾപ്പെട്ട പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ ഉണ്ട്. അതിലും തീരാത്ത തർക്കങ്ങൾ പരിഹരിക്കാൻ ലോകബാങ്ക് നിയോഗിക്കുന്ന ഒരു ന്യൂട്രൽ എക്സ്പേർട്ട് ഉണ്ടാകും. ഈ മെക്കാനിസങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടും തർക്കങ്ങൾ തീരുന്നില്ലെങ്കിൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന കോടതി വ്യവസ്ഥയും ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഭാഗമായുണ്ട്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നു. ഇതോടെ ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ലഭിച്ചേക്കും. അവയിൽ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടുകൾ ഒരുപാടുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഇന്ത്യക്ക് ഇനി പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാം. അതോടൊപ്പം പക്കൽദുൽ, ചെനാബിലെ സിവൽകോട്ട് തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികൾ ഇനി വേഗത്തിലുണ്ടാക്കാം. ഉടമ്പടി പ്രകാരമുണ്ടായിരുന്ന യോഗങ്ങൾ ഇനിയുണ്ടാകില്ല. നദികളിലെ ഒഴുക്കടക്കമുള്ള വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ അടക്കമുള്ള അടിസ്ഥാന വിവരങ്ങൾ പോലും ഇന്ത്യ പാകിസ്ഥാനോട് ഇനി ഷെയർ ചെയ്യേണ്ടതില്ല. മഞ്ഞുരുകിയും മൺസൂൺ മഴയിലൂടെയുമൊക്കെ പാകിസ്ഥാന് കിട്ടുന്ന സ്വാഭാവിക ഒഴുക്ക് തടയാൻ ഇന്ത്യക്ക് കഴിയുകയൊന്നുമില്ല. പക്ഷേ വേനൽക്കാലങ്ങളിൽ ഇത് വല്ലാതെ പാകിസ്ഥാനെ ബാധിച്ചേക്കും. നിലവിൽ ഇന്ത്യക്ക്
പാകിസ്ഥാന്റെ ആകെയുള്ള വെള്ളം കൂടി മുട്ടിക്കാൻ മാത്രം നിയന്ത്രണം നടപ്പിലാക്കാനുള്ള അത്തരം വലിയ സംഭരണ ശേഷിയൊന്നും ജമ്മു കാശ്മീരിൽ ഇല്ല, വളരെ കുറവാണ്. പടിഞ്ഞാറൻ നദികളിൽ നിലവിലുള്ള സംഭരണ ശേഷി ഉപയോഗിച്ച് മാത്രമേ ഇന്ത്യക്ക് വെള്ളം തടഞ്ഞു വെക്കാൻ കഴിയുകയുള്ളൂ. കുറഞ്ഞ സീസണുകളിൽ താൽക്കാലികമായി ഇതൊരു പക്ഷേ ഇന്ത്യക്ക് സാധിച്ചേക്കും. പക്ഷേ ഒടുവിൽ ഈ വെള്ളമെല്ലാം താഴേക്ക് തന്നെ തുറന്നു വിടേണ്ടി വരും. അധിക സംഭരണ സൗകര്യങ്ങളില്ലാതെ ഇന്ത്യക്ക് കൂടുതൽ കാലം കൂടുതൽ വെള്ളം പിടിച്ചു വെക്കാൻ കഴിയില്ല. പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് താൽക്കാലികമായി നിയന്ത്രിക്കാം, കാലതാമസം വരുത്താം. യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ശരിയായ ജിയോ പൊളിറ്റിക്സിന്റെ കാതൽ ഈ കരാർ കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തരം നിരന്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അധിനിവേശവും യുദ്ധവും ഉണ്ടായപ്പോഴും അവസാനം ന്യൂക്ലിയർ ആയുധങ്ങൾ സംഭരിച്ചു പോലും പാകിസ്ഥാൻ മുന്നോട്ട് പോയപ്പോഴും ഇന്ത്യ ഈ കരാറിനെ തൊട്ടിട്ടില്ലായിരുന്നു. 1965-ലും 71-ലും 99-ലുമെല്ലാം പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധത്തിന് വന്നിട്ടും അതിനുശേഷം ഉറിയിലും പുൽവാമയിലും ആക്രമണം നടത്തിയപ്പോഴും ഈ കരാർ തൊട്ട് കളിക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. അത് ഇന്ത്യയുടെ ഒരു ക്രെഡിബിലിറ്റി കൂടിയായിരുന്നു. പക്ഷേ പഹൽഗാമിൽ സാധാരണക്കാരായ സഞ്ചാരികളായ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള നിരപരാധികളായ മനുഷ്യരെ കൊന്നുകളഞ്ഞ ഭീകരവാദം കൂടിയായതോടെ ആദ്യ നടപടിയായി തന്നെ ഇന്ത്യ ചെയ്യുന്നത് ഈ കരാർ റദ്ദാക്കുകയാണ്. ഇത് നമ്മുടെ മാറിയ രാഷ്ട്രീയ വീക്ഷണത്തിന്റെ കൂടി ഭാഗമാണ്. നോക്കൂ, 80% ജലവും വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു കരാറിന് എന്തുകൊണ്ടാണ് അന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തയ്യാറായത്? അതൊരു വിശാലമായ രാഷ്ട്രീയ വീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ നമ്മളിൽ നിന്നും പിരിഞ്ഞുപോയൊരു സഹോദര രാജ്യമാണ്, ശത്രു രാജ്യമല്ല എന്നും അവിടെ ഒരു ശക്തമായ സർക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല അയൽക്കാരായി പാകിസ്ഥാൻ മാറുമെന്നും അന്ന് ചിന്തിച്ചിരുന്നു നെഹ്റു. ഇത് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ വ്യക്തി കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജലവിഷയത്തിൽ എല്ലാ വിട്ടുവീഴ്ചകളും നൽകി അവരെ കൂടെ നിർത്താനാണ് നെഹ്റു ശ്രമിച്ചത്. എന്നാൽ കരാർ റദ്ദാക്കുന്ന മോഡി സർക്കാരിന്റെ ഈ ഒരു നടപടിയിലൂടെ പാകിസ്ഥാനിലെ മുഴുവൻ ജലവിതരണത്തെയുമാണ് ഇപ്പോൾ ബാധിക്കാൻ പോകുന്നത്. ഇടയ്ക്കിടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഈ കരാറിനെക്കുറിച്ച്, ഈ കരാർ റദ്ദാക്കുന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടെ ഇന്ത്യ ഓർമ്മപ്പെടുത്താറുള്ളതാണ്. ജലവും രക്തവും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കില്ലെന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഒടുവിൽ പഹൽഗാമിലെ ആക്രമണത്തോടെ ഇന്ത്യ അത് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോഴും തുടരുന്ന ഭീകരാക്രമണങ്ങൾക്ക്, അതിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ തീവ്രവാദ സംഘങ്ങൾക്ക്, അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ സർക്കാരിന് ഒരുപക്ഷെ തിരിച്ചടി നൽകാനുള്ള ഏറ്റവും നല്ല ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്കായി ഈ തീരുമാനം മാറുമോ എന്നാണ് നമ്മുടെ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.